Hi guys, welcome to Career Talks with Avodha. ഇന്ന് നമ്മുടെ കൂടെ ഐശ്വര്യയാണ്. സോ ഐശ്വര്യയുടെ കരിയർ ജേർണി എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിക്കാം. ഹായ് ഐശ്വര്യ. ഹായ് മാം. വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അബോധ. ഓക്കെ. അപ്പം ഐശ്വര്യ എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ തലശ്ശേരിയിലാണ്. തലശ്ശേരിയിലാണ്. എന്താ ചെയ്യുന്നേ? ഞാനിപ്പോ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. സൗണ്ട്സ് ഗുഡ്. എവിടെയാണ് ചെയ്യുന്നത്? കൊച്ചി ക്രിയേറ്റീവ് ഡിജിറ്റൽ സൊല്യൂഷൻസ്. ഓക്കെ, എവിടെയാണത്? കൊച്ചി. കൊച്ചി തന്നെയാണ്. അപ്പൊ വർക്ക് ചെയ്യുന്നേ? അല്ല, വർക്ക് ഫ്രം ഹോം ആണ്. വർക്ക് ഫ്രം ഹോം ആണ്. എനിവേ കൺഗ്രാറ്റുലേഷൻസ് ഐശ്വര്യ ഫ്രം യുവർ ഓൾ ഫാമിലി. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, എടാ അബോധയിലേക്ക് വന്ന ജേർണി ഒന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അബോധയിൽ എങ്ങനെയാണ് വന്നതെന്ന് പറയാം. അബോധയെ പറ്റി അറിഞ്ഞത് എങ്ങനെയാണ് ഷെയർ ചെയ്യാം. ഓക്കെ. അത് ഞാനിപ്പോ എംടെക് കഴിഞ്ഞപ്പോ ഒരു 2 months ആയപ്പോ എന്റെ ഫ്രണ്ട് 2 months ആയി എന്റെ റിസൾട്ട് വരാൻ. അപ്പൊ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോ എന്റെ ഫ്രണ്ട് മെസ്സേജ് അയച്ചതാണ്, ഇങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അപ്പോ പിന്നെ ഒരുപാട് കോഴ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവള് മെസ്സേജ് അയച്ചു. അപ്പോ ഞാൻ ജസ്റ്റ് എന്റെ കോണ്ടാക്ട്സ് നോക്കിയപ്പോ ഇവിടുന്ന് ഓൾറെഡി ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ആ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു. അങ്ങനെ ചേച്ചി 1-2 കോഴ്സ് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു എംടെക് കഴിഞ്ഞതല്ലേ, അപ്പൊ പൈത്തൺ ആണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ ഓൾറെഡി ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്ക് പൈത്തൺ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പ്രൊജക്ട് ചെയ്തിരുന്ന പൈത്തണിൽ, ഞാൻ മാറ്റ്ലാബിലായിരുന്നു ചെയ്തത്. അപ്പോ കുറച്ചും കൂടി സിമ്പിൾ ആണ് പഠിക്കാൻ എന്നൊക്കെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞിരുന്നു. പൈത്തണിൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അപ്പോ ഞാൻ ജസ്റ്റ് ഗൂഗിളിലൊക്കെ ജസ്റ്റ് ബേസിക്സ് ഒക്കെ നോക്കി. അപ്പൊ വലിയ കുഴപ്പം തോന്നിയില്ല. അങ്ങനെ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു ഈ കോഴ്സ്. ഓക്കെ ഫൈൻ. അപ്പം ഞാൻ ചോദിക്കാൻ വിട്ടുപോയൊരു ക്വസ്റ്റ്യൻ ആണ്. പൈത്തൺ ആണല്ലേ ഇവിടെ എടുത്തത്? അതെ, പൈത്തൺ ജാങ്കോ. ഓക്കെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ അബോധയിലേക്ക് വന്ന സമയത്ത് ഇപ്പം ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എന്തായിരുന്നു അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ? അട്രാക്ട് ചെയ്ത ഫാക്ടർ എന്ന് വെച്ചാല് പ്ലേസ്മെന്റ് തന്നെയാണ്. വെച്ചാല് അവര് പറഞ്ഞത് ആ കോഴ്സ് മീൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ 3 months ഓൾറെഡി ഇന്റേൺഷിപ്പ് എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നു പറഞ്ഞു. നമ്മൾ ഒരിക്കലും ഒരു ഓഫ്ലൈൻ കോഴ്സ് കൊണ്ട് ഒരിക്കലും അത്ര ഒരു കേപ്പബിൾ ആവില്ലല്ലോ. എന്തായാലും ഇന്റേൺഷിപ്പ് പ്ലസ് വേണ്ടേ. അപ്പൊ ഇന്റേൺഷിപ്പ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് തോന്നി. പിന്നെ അപ്പോ എന്നാലല്ലേ ഒരു എക്സ്പീരിയൻസ് ആവുള്ളൂ. ഒരിക്കലും ഒരു കോഴ്സ് കൊണ്ട് മാത്രം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് തന്നെ. ആണല്ലേ? ഓക്കെ. അതുകൊണ്ടാണ് നമുക്ക് ആക്ച്വലി ഒരു സ്കിൽ കോഴ്സ് പഠിപ്പിക്കുന്നതിനും അപ്പുറം അത് പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു സേഫ് ജോബ് പെട്ടെന്ന് കിട്ടാനാണ് ആഗ്രഹിക്കുന്നത്. സോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ഒരു ഇന്റേൺഷിപ്പ് വെച്ചിരിക്കുന്നത്. അപ്പം ഐശ്വര്യ പറഞ്ഞപ്പോ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം പൈത്തന്റെ കോഴ്സ് അപ്പം ഓൺലൈൻ ആയതുകൊണ്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് ഒക്കെ ഫേസ് ചെയ്തായിരുന്നോ? സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ആ ഒരു എറേഴ്സ് ഒക്കെ വരുമ്പോ ഒക്കെയുള്ള ഒരു പ്രശ്നം. പക്ഷെ പിന്നെ എനിക്ക് തോന്നുന്നു അതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ തന്നെ ഒറ്റയ്ക്ക് തന്നെ എറേഴ്സ് ഒക്കെ കണ്ടെത്തി അത് ചെയ്യുമ്പോഴാണ് നമുക്കത് പഠിക്കാൻ പറ്റൂ. അപ്പോ പിന്നെ ഈവനിങ് ആവുമ്പോ ഈവനിങ് സെക്ഷനിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിരുന്നുണ്ട് മാം. അപ്പം പിന്നെ കുഴപ്പമില്ല. അത് ബെനിഫിറ്റ് ആയിരുന്നു. ഓക്കെ. അപ്പം ഏത് ഫാക്കൽറ്റിയാണ് ഇപ്പോഴും ഓർക്കുന്നത് പൈത്തൺ പഠിപ്പിച്ചേ? ആവണി മാം. ആവണി മാമനാണ്. ഓക്കെ. അപ്പൊ ക്ലാസ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിള്ളേരൊക്കെ കരിയർ ടോക്സ് എടുക്കുമ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് പ്രീ റെക്കോർഡ് വീഡിയോസ് കഴിഞ്ഞ് ക്വിസും അസൈൻമെന്റ്സ് ഒക്കെ ഉണ്ടെന്നൊക്കെ. അപ്പം ശരിക്ക് അതൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? അസൈൻമെന്റ്സ് വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. പക്ഷെ ലാസ്റ്റ് പ്രൊജക്ട് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. കാരണം പ്രൊജക്റ്റ് ആയിട്ട് ഒറ്റയ്ക്ക് ഞാൻ ഇതുവരെ ചെയ്തിട്ടുണ്ടായില്ല. അസൈൻമെന്റ്സ് ഒക്കെ ചെറിയ ഇതായിരുന്നല്ലോ, അത് വേഗം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൊജക്ട് ചെയ്യാൻ അത്യാവശ്യം ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഈ 6 months കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തായിരുന്നോ അതോ? ഇല്ല, 6 months ഓക്കെ, ഓൾമോസ്റ്റ് 6 months കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആണല്ലേ? അതായത് അബോധയിൽ നമുക്ക് ഫ്രീ എക്സ്റ്റൻഷൻ ഉണ്ട്. അതായത് ഇപ്പൊ 6 months കഴിഞ്ഞിട്ടും എന്തെങ്കിലും ബിസി ആയതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ ആണെങ്കിൽ ഫ്രീ എക്സ്റ്റൻഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. എന്റെ ഏകദേശം 6 months കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, ഗുഡ്. അപ്പം ക്ലാസ് ഒക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഈ ഇന്റേൺഷിപ്പിന്റെ ഇടയ്ക്കുള്ള ഒരു പ്ലേസ്മെന്റ് സെല്ലിന്റെ ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ. പറയുന്നത് ജോലിയുടെ 100% അസിസ്റ്റൻസ് പറയുന്നുണ്ട്. അപ്പൊ പ്ലേസ്മെന്റ് സെല്ലിന് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മീൻസ് ഞാൻ കോഴ്സ് കഴിഞ്ഞ് ഒരു 3 months കൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് സെറ്റ് ആയിട്ടുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് തോന്നുന്നു എന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആയിരുന്നു ഇത്.
അപ്പൊ അതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് വെച്ചാൽ 3 months കോഴ്സ് കഴിഞ്ഞ് 3 months കൊണ്ട് തന്നെ എനിക്ക് ഇന്റേൺഷിപ്പ് കോൾ വന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് കോൾ തന്നെ എനിക്ക് അവിടെ ഇന്റേൺഷിപ്പിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആണല്ലേ. അപ്പൊ എങ്ങനെയാണ് ജോബിന്റെ ഒക്കെ ഒരു ജേർണി പറയാമോ? അവോധയിൽ തന്നെ ഫസ്റ്റ് ഞാൻ ഈ കമ്പനിയിൽ നിന്ന് അവോധയിൽ തന്നെ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുണ്ട്, അപ്പൊ എപ്പോൾ വേണമെങ്കിലും കോൾ വരാം 1 വീക്കിനുള്ളിൽ. അതൊരു 3 daysനുള്ളിൽ തന്നെ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റത്തെ വെച്ചാൽ 3 rounds ഓഫ് ഇന്റർവ്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യത്തത് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സാർ പറഞ്ഞു കോണ്ടാക്ട് ചെയ്യാം, സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം, പിന്നെ ഒരു മെഷീൻ ടെസ്റ്റ് ഉണ്ടാവാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 daysനുള്ളിൽ തന്നെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ ഉണ്ടായിരുന്ന ഒരു മെഷീൻ ടെസ്റ്റ് ആയിരുന്നു, 2.5 hours എടുത്തിരുന്നു. പ്രൊജക്ട് തന്നെയാണ് ചെയ്യിപ്പിച്ചത്. അത് കഴിഞ്ഞ് സാർ പറഞ്ഞു ഒരു ഇന്റർവ്യൂ കൂടെ ഉണ്ട്, ഗൂഗിൾ മീറ്റ് പോലെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, പക്ഷെ സെലക്ട് ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് സാർ കോൾ കട്ട് ചെയ്തു. എന്നിട്ട് 1 week എടുത്തിരുന്നു. 1 week കഴിഞ്ഞപ്പോ മെയിൽ വന്നു, സെലക്ട് ആയിട്ടുണ്ട്, 3rd ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ 3rd ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ സാർ ഇന്റേൺഷിപ്പിന് വേണ്ടി സെലക്ട് ചെയ്തു. അതിന്റെ തൊട്ട് പിറ്റേ ദിവസം തന്നെ ക്ലാസ് ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആണല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പം എന്തുകൊണ്ടും അവോധ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെ ആക്ച്വലി? അതെ, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. ഈ ഒരു ജോബ് എന്ന് പറയാം എംടെക് ആണല്ലോ കഴിഞ്ഞത്. അപ്പൊ അതെ. എംടെക് കഴിഞ്ഞ സമയത്ത് പെട്ടെന്നൊരു ജോബ് എന്തായാലും എൻഷുർ ചെയ്യുന്നുണ്ടാവും. അതെ. അപ്പം അതിന് ഇപ്പം ഈ സ്കില്ല് ഒരു എക്സ്ട്രാ ഒരു സ്കില്ല് പഠിക്കുന്നത് എന്തുകൊണ്ട് ബെനിഫിറ്റ് ആണെന്ന് ഐശ്വര്യക്ക് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. കാരണം എംടെക് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ കോഴ്സ് ആണ്. പക്ഷെ എന്താ പറയാ, പ്ലേസ്ഡ് ആവണമെങ്കിൽ നമുക്ക് മീൻസ് എക്സ്ട്രാ അതിന്റെ കൂടെ നമ്മളേതായ ഒരു ഏതെങ്കിലും ഒരു ഫീൽഡിലേക്ക് നമ്മൾ സ്പെസിഫൈ ചെയ്യണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കോഴ്സ് എടുത്തത്. ഞാൻ ഇതിന് മുൻപ് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇതിന്റെ കോഡൊക്കെ എങ്ങനെയാന്നൊക്കെ പഠിക്കാൻ പറ്റുമോ എങ്ങനെ. അപ്പം എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയിട്ടില്ല, കംഫർട്ടബിൾ ആയിരുന്നു, അത്യാവശ്യം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ഓക്കെ. എംടെക് എവിടെയാ പഠിച്ചേ? എംടെക് തലശ്ശേരി എഞ്ചിനീയറിംഗ് കോളേജിൽ. ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഏതായിരുന്നു അടുത്തെ? സിഗ്നൽ പ്രോസസ്സിംഗ്. ഓക്കെ. അപ്പം ഇപ്പം നന്നായിട്ട് പോകുന്നു. അപ്പൊ വർക്കിംഗ് ഷിഫ്റ്റ്സ് ഒക്കെ എങ്ങനെയാണ്? ഡേ ഷിഫ്റ്റ് തന്നെയാണ്, 9:30 to 5:30. ലഞ്ച് ബ്രേക്ക് 45 minutes. ഓക്കെ ഓക്കെ. അപ്പം അവോധയുടെ സൈറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ നമുക്ക് പറയാൻ വേണ്ടിട്ട്? ഇതുപോലെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടായിരുന്നെങ്കിൽ ഇതുകൂടെ നന്നായിരുന്നു എന്നൊക്കെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഫീഡ്ബാക്സ്? എന്താ എനിക്ക് വലിയ കുഴപ്പം തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയാ, ഈവനിങ്ങിലേക്ക് ഡൗട്ട് മാറ്റി വെക്കുന്നത് ചെറിയൊരു പ്രശ്നമായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഡൗട്ട് അന്നേരം ക്ലിയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഓഫ്ലൈൻ ആയതുകൊണ്ട് വേറെ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതുകൊണ്ടാണ് എനിക്ക് എടാ, നമുക്ക് ചാറ്റ് ബോക്സ് ഉണ്ടായിരുന്നല്ലോ, അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നോ? നമ്മുടെ അവോധയുടെ ഹോമിൽ തന്നെ നമുക്ക് ചാറ്റ് ബോക്സ് ഉണ്ട്. ഇല്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് യൂസ് ചെയ്യുവായിരുന്നെങ്കിൽ ഉണ്ടല്ലോ, നമ്മുടെ കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എപ്പോഴും നമുക്ക് അവിടെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ജസ്റ്റ് ചാറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡൗട്ട് ചോദിച്ചാല് അവർ അപ്പൊ തന്നെ ഞാൻ മെയിൽ ചെയ്യാറുണ്ട്, പക്ഷെ മെയില് അങ്ങനെ റിപ്ലൈ അങ്ങനെ വന്നിട്ടില്ല. ആണല്ലേ. ചാറ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. ചാറ്റ് ബോക്സ് നല്ല ബെനിഫിറ്റ് ആണ്. ഓക്കെ. അപ്പം ഇപ്പം അവോധയുടെ കൂടെ ഒരു ജേർണി ഒക്കെ കഴിഞ്ഞ് ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു സമയത്ത് അവോധയിലേക്ക് വരാൻ പോകുന്ന പുതിയ ന്യൂ സ്റ്റുഡൻസിനോട് എന്താണ് ഐശ്വര്യക്ക് പറയാനുള്ളത്? നമ്മളിപ്പോ ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തായാലും അവോധ തന്നെയാണ് ഒരു ബെറ്റർ ഓപ്ഷൻ. കാരണം എന്താ വെച്ചാൽ എന്റെ കേസ് തന്നെയാണെങ്കിലും ഞാൻ എംടെക് കഴിഞ്ഞ് എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. ഈ 3 months കോഴ്സ് കഴിയുമ്പോഴേക്ക് തന്നെ എനിക്ക് ഇന്റേൺഷിപ്പ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഇന്റേൺഷിപ്പ് 3 months കഴിയുമ്പോഴേക്കും എന്തായാലും ഒരു എക്സ്പീരിയൻസ് ആവും. അതെനിക്ക് കരിയറിന് ഒരു ബെറ്റർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത്. അപ്പൊ വീട്ടിലൊക്കെ എന്നാ പറയുന്നത്? ഇപ്പം ജോബൊക്കെ ഇന്റേൺഷിപ്പ് ഒക്കെ ആയെന്ന് കേട്ടപ്പോ വീട്ടുകാരൊക്കെ ഹാപ്പിയാണോ? എല്ലാരും ഹാപ്പിയാണ്. കൂട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? അന്ന് ഒരു കുട്ടിയല്ലേ റെഫർ അവളും ഇവിടെ തന്നെയാണ് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളിപ്പോ പ്ലേസ്ഡ് ആയിട്ടുണ്ട് കൊച്ചി തന്നെ. ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചേ? അവള് പൈത്തൺ തന്നെയാണ് പഠിച്ചത്. ശരി കേട്ടോ, പൈത്തൺ ഇപ്പൊ ഒരുപാട് ഓപ്പണിങ്സ് വരുന്നുണ്ട് പൈത്തന്റെ കൂടെ. പക്ഷെ സാധാരണ എല്ലായിടത്തും പൈത്തൺ മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. നമ്മളൊരു ഫ്രെയിം വർക്കും ഉണ്ട്, ജാങ്കോ. സാധാരണ എല്ലാവരും പൈത്തൺ പഠിച്ചു വേറൊരു ഫ്രെയിം വർക്ക് പിന്നെ അഡീഷണൽ കോഴ്സ് ആയിട്ടാണ് എടുക്കാറുള്ളത്.
അത് ഒന്നും കൂടെ രണ്ടും കൂടെ തന്നെ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം ഐശ്വര്യ. അപ്പം ആൾ ദ വെരി ബെസ്റ്റ്, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പം അബോധയിലേക്ക് വന്നതിനും ഞങ്ങളെ ചൂസ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ മാം, താങ്ക് യു സോ മച്ച്.